ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നമുക്കറിയാം, ഇപ്പോൾ കുറച്ചു മുമ്പേ പറയപ്പെട്ടു, 7-ലധികം രീതിയിൽ ആധികാരികമായ നിലയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് സബ്ഉ ഖിറാഅത്ത് എന്ന് നേരത്തെ പറഞ്ഞത്. 7 തരത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടും. ലോകത്തിൽ ഏത് ഗ്രന്ഥമാണ് അങ്ങനെ വായിക്കാൻ കഴിയുക? അതുമല്ല, അതിലപ്പുറം 10 തരത്തിലും പിന്നെ 14 തരത്തിലുമൊക്കെ ഖിറാഅത്ത് ചെയ്യാൻ പറ്റുന്ന രീതികൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഉൻസിലൽ ഖുർആനു അലാ സബ്അത്തി അഹ്റുഫ്. 7 ശൈലികളിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ലോകത്ത് ഏത് ഗ്രന്ഥമാണുള്ളത്? ഈ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സാധാരണ മറ്റേത് ഭാഷയിലും അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആവർത്തനങ്ങൾ, ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ നമുക്ക് കാണാം 10 ഖാഫ് ഒറ്റ ആയത്തിൽ അല്ലാഹു തആല കോർത്തിണക്കിയിരിക്കുകയാണ്. 10 തവണ ഖാഫ്. ഈ ഖാഫ് എന്ന് പറയുന്ന പദം പറയാൻ തന്നെ നമുക്കറിയാം ഒരല്പം ബുദ്ധിമുട്ടുള്ള പദമാണ്. ഖാഫ്. ഇത് 10 തവണ ആവർത്തിച്ച് പറയുമ്പോഴും ഖുർആനിന്റെ പാരായണത്തിൽ പ്രത്യേകമായ ഒരു രസമാണ്. പരിശുദ്ധ ഖുർആന്റെ ഒറ്റ ആയത്തിലാണ് അല്ലാഹു തആല അത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. وَاتْلُ عَلَيْهِمْ نَبَأَ ابْنَيْ آدَمَ بِالْحَقِّ إِذْ قَرَّبَا قُرْبَانًا فَتُقُبِّلَ مِنْ أَحَدِهِمَا وَلَمْ يُتَقَبَّلْ مِنَ الْآخَرِ قَالَ لَأَقْتُلَنَّكَ قَالَ إِنَّمَا يَتَقَبَّلُ اللَّهُ مِنَ الْمُتَّقِينَ. ഈ ആയത്തിൽ അല്ലാഹു തആല ഖാഫ് 10 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പാരായണം ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഖാഫ് മാത്രം നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് എഴുതിയിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ, എത്ര അരോചകമായിരിക്കും. പക്ഷെ പരിശുദ്ധ ഖുർആനിന്റെ ശൈലി അതാണ്. മറ്റൊരായത്തിൽ കാണാം മീം 16 തവണ ഒറ്റ ആയത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്ഭുതം തോന്നിപ്പോകും. قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. 16 മീമുകളുണ്ട് ഈ ആയത്തിൽ മാത്രം, ഒറ്റ ആയത്തിലാണ്. പക്ഷെ എത്ര രസകരമാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാകുമ്പോൾ. അങ്ങനെ അക്ഷരങ്ങൾ മുതൽ തുടങ്ങുന്ന അത്ഭുതമാണ്. നമുക്കറിയാം, ലോക ഭാഷകളിൽ ഏറ്റവും കൂടുതൽ പദപ്രയോഗങ്ങളുള്ള ഭാഷയാണ്, പദങ്ങളുള്ള ഭാഷയാണ് അറബി ഭാഷ. ലോകത്തെ ഏറ്റവും കൂടുതൽ പദങ്ങളുള്ള ഭാഷ അറബി ഭാഷയാണ്. അത്രത്തോളം വിശാലതയുള്ള, അത്രത്തോളം അർത്ഥവ്യാപ്തിയുള്ള, അത്രത്തോളം ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പര്യാപ്തമായൊരു ഭാഷയാണ് അറബി ഭാഷ. ലോകത്തെ ഏറ്റവും കൂടുതൽ പദങ്ങളുള്ള അറബി ഭാഷയിലെ പദങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ? അറബി ഭാഷയിൽ എത്ര പദങ്ങളുണ്ടെന്നറിയോ? ആർക്കെങ്കിലും പറയാമോ സദസ്സിൽ? അറബി ഭാഷയിൽ എത്ര പദങ്ങളുണ്ട്? അറിയുന്ന ഉത്തരം വരുന്നില്ല അല്ലേ? 1,30,00,000 പദങ്ങളുണ്ട് അറബി ഭാഷയിൽ. 1,30,00,000 പദങ്ങളുണ്ട് അറബി ഭാഷയിൽ. ഞാൻ പറയുന്നില്ല, വെറുതെ ഗൂഗിൾ എടുത്തിട്ടൊന്ന് അടിച്ചു നോക്കിയാൽ അത് കിട്ടും. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ്. പദങ്ങളുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എത്ര പദം ഉണ്ടെന്ന് അറിയോ? ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് 6 ലക്ഷം പദങ്ങളാണ്. അറബിയിൽ 1,30,00,000 പദങ്ങളുണ്ടെങ്കിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ 6 ലക്ഷം പദങ്ങളേ ഉള്ളൂ. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫ്രഞ്ച് ഭാഷയിൽ 1.5 ലക്ഷം പദങ്ങളേ ഉള്ളൂ. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യൻ ഭാഷയിൽ 1,30,000 പദങ്ങളേ ഉള്ളൂ. അപ്പൊ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇംഗ്ലീഷിനേക്കാൾ ഏകദേശം 20-21 ഇരട്ടിയിലധികം പദങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അറബി ഭാഷയെ തെരഞ്ഞെടുത്തത്. കാരണം ഓരോരോ പദങ്ങളിലും ഉൾക്കൊള്ളുന്ന അർത്ഥ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാൻ അറബി ഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ. മറ്റൊരു ഭാഷയിലും അത് സാധിക്കില്ല. അത്രത്തോളം വ്യാപ്തിയുള്ള, അത്രത്തോളം വിശാലതയുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്.
ആ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വളരെ വ്യക്തമായ അറബി ഭാഷയിലാണ് ഈ പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു തആല പറയുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അറബി സാഹിത്യത്തിൽ അഗ്രഗണ്യരായിരുന്നു. ഇസ്ലാമിന് മുമ്പ് തന്നെ അറബി ഭാഷയിൽ സാഹിത്യത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നിരുന്നവരാണ് അറബി കവികൾ. നമുക്കറിയാം, മുഅല്ലഖാത്തു സബ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അറബി ഭാഷ പഠിക്കുന്നവർ. ഏറ്റവും ഉക്കാല് മാർക്കറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന സാഹിത്യ കൃതികളിൽ ഏറ്റവും ഉന്നതമായ കൃതി കഅബയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിടുമായിരുന്നു. അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുള്ള കവിതകളിൽ 7 എണ്ണം പ്രശസ്തമായതാണ് മുഅല്ലഖാത്തു സബ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇംറുൽ ഖൈസ് പോലെയുള്ള കവികളുടെ കവിതകൾ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്നു. അപാരമായ അറബി സാഹിത്യത്തിലുള്ള കഴിവ് ഉള്ള ഈ കവികളുടെ കവിതകളൊക്കെ പഠിച്ച ആളുകളായിരുന്നു അറബികൾ. ആ അറബികളെയാണ് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചത്. ഇതുപോലൊരു ഖുർആൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും, വേണ്ട ഒരു ചെറിയ സൂറത്ത്, ഖുർആനിൽ ഒരു സൂറത്തിന് തത്തുല്യമായ ഒരു സൂറത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും എന്ന് അല്ലാഹു തആല വെല്ലുവിളിച്ച്. ഖുർആനിന്റെ പദങ്ങൾ ഒരു അറബികൾക്കും ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു അറബികൾക്കും ഖുർആനിലെ ഒരു പദങ്ങളും അജ്ഞമായിരുന്നില്ല. അവർക്ക് അറിയില്ലാത്ത പദങ്ങളായിരുന്നില്ല, എല്ലാം അറിയാവുന്ന പദങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന പേരുള്ള ഏറ്റവും ചെറിയ സൂറത്ത്, ചെറിയ 3 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന, നമുക്കറിയാം ഖുർആനിലെ ഒരേ ഒരു വരിയേ ഉള്ളൂ ആ സൂറത്ത്. അങ്ങനെ ഒരു സൂറത്ത് പോലും അവതരിപ്പിക്കാൻ, കൊണ്ടുവരാൻ അന്നത്തെ അറബികൾക്ക് സാധിച്ചില്ല. അപ്പോൾ അത്രത്തോളം സാഹിത്യത്തിൽ അധിഷ്ഠിതമായ, അത്രത്തോളം അർത്ഥവ്യാപ്തിയുള്ള, അത്രത്തോളം ആശയ വൈപുല്യമുള്ള ഗ്രന്ഥമാണ്. ആ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരിക്കൽ ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തേക്കാം. സഹസ്രി വന്നു കഴിഞ്ഞു, നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. വലീദ് ബിനുൽ മുഗീറ, വലീദ് ബിനുൽ മുഗീറ എന്ന പേരുള്ള ഒരു കവി ഉണ്ടായിരുന്നു അറബികളുടെ ഇടയിൽ. വലിയ സാഹിത്യകാരനാണ്. മുശ്രിക്കുകളായ കുഫാറുകൾ വലീദ് ബിൻ മുഗീറയെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ, ഇത് കേട്ടിട്ട് അതുമായിട്ട് ഞങ്ങൾ മക്കക്കാരുടെ ഇടയിൽ ഒന്ന് കറങ്ങി നടന്നിട്ട് ഈ ആളുകളെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഖുർആനിൽ നിന്ന് അവരെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ഞങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി ഖുർആൻ കേൾക്കണം, കേട്ടിട്ട് ഖുർആനിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം. അതുമായിട്ട് ഞങ്ങൾ നടന്നാൽ നിങ്ങൾ പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കണമെന്ന് പറയുന്നു. അങ്ങനെ വലീദ് ബിൻ മുഗീറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ തങ്ങളിൽ നിന്നും കേട്ടു കഴിഞ്ഞപ്പോൾ വലീദ് ബിൻ മുഗീറ ആകപ്പാടെ അസ്വസ്ഥനായി. പോയപ്പോഴുള്ള മുഖവുമായിട്ടല്ല തിരിച്ചു വരുന്നത്. കുഫാറുകൾ പറയുന്നുണ്ട്, വലീദ് ബിൻ മുഗീറ വരുന്നത് ബിവജ്ഹിൻ ഗൈറിൽ വജ്ഹിൽ ലദീ ദഹബ്, പോയ മുഖവുമായിട്ടല്ലല്ലോ വലീദ് ബിൻ മുഗീറ തിരിച്ചു വരുന്നത്, ആകെ അസ്വസ്ഥനാണല്ലോ. വലീദ് ബിൻ മുഗീറ തിരിച്ചു വന്നു. മുശ്രിക്കുകളൊക്കെ ചുറ്റും കൂടി ഇരുന്നിട്ട് പറ, എന്തെങ്കിലും ഒന്ന് പറയണം, ഖുർആനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ, എങ്കിലല്ലേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച്. കാരണം പലതും പറഞ്ഞു നോക്കി, ജ്യോത്സ്യമാണ്, കെട്ടുകഥയാണ്, പലതും പറഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭ്രാന്താണ്, തങ്ങൾ ഗണിച്ചു പറയുകയാണ്, മുൻഗാമികളുടെ കഥകളും കെട്ടുകഥകളൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണെന്നൊക്കെയുള്ള പലതും പറഞ്ഞു നോക്കി, ഒന്നും രക്ഷപ്പെടുന്നില്ല. ഇനിയും സമൂഹത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുതന്ത്രം പ്രയോഗിച്ചെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ടൊന്ന് പറയും. പിടിച്ചിരുത്തി വലീദ് ബിൻ മുഗീറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് ആലോചിച്ച് അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്, വല്ലാഹി ഇന്ന ലഹു ലഹലാവ, പടച്ചവനാണ്, ഇതിന് വല്ലാത്തൊരു മാധുര്യമാണ്. വല്ലാഹി ഇന്ന അലൈഹി ലതലാവ, ഇതിന് വല്ലാത്തൊരു ആകർഷണീയതയാണതിന്, വല്ലാത്തൊരു ആകർഷണീയതയാണത്. ഇന്നഹു ലയഅലു വമാ യുഅല അലൈഹി, ഇതിന്റെ മുകളിൽ ഒരു സാഹിത്യത്തിനും എത്താൻ കഴിയില്ല. അത്രത്തോളം ഉന്നതമായ ഒരു സാഹിത്യമാണിത്. അയ്യുഹൽ അറബ്, അല്ലയോ അറബികളെ, ഇന്നക്കും തഅരിഫൂൻ അന്നഹു മാ ബൈന ലാബതൈ മക്കത റജുലുൻ അശ്അറു ബിന്നി, നിങ്ങൾക്കറിയാമല്ലോ മക്കയുടെ ഈ 2 അതിർത്തികൾക്കുള്ളിൽ എന്നേക്കാൾ വലിയൊരു കവിയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാനാണ് ഈ മക്കയിലെ 2 അതിരുകൾക്കുള്ളിലുള്ള ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും ടോപ്പ് നിലവാരത്തിലുള്ള കവി.
ഞാൻ പറയുകയാണ്, ഇന്നഹു ലൈസ മിൻ കലാമിൽ ബശർ, ഇത് മനുഷ്യന്റെ സംസാരമല്ല, മനുഷ്യന്റെ സംസാരമല്ല. ഇതേതോ അദൃശ്യമായ ഏതോ ഒരു അത്ഭുത ശക്തിയുടെ വാക്കുകളാണിത്. അതെനിക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ അറബികളുടെ കവിതകളെ കുറിച്ച് ആഴത്തിൽ അറിവുള്ള ആളാണ്. എനിക്ക് ഇത്രയും സാഹിത്യ സമ്പൂർണമായൊരു കവിത ഇന്ന് വരെ കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇതൊരു അഭൂതപൂർവമായ ഒരു കവിതയാണ്. അതുകൊണ്ട് ഇത് മനുഷ്യന്റെ സംസാരമേ അല്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു എന്ന് വലീദ് ഇബ്നു മുഗീറ പറയേണ്ടായിരുന്നു. പക്ഷേ അവര് വിട്ടില്ല. ഖുറൈശികൾ എന്തെങ്കിലും പറഞ്ഞേ മതിയാകൂ. അവസാനം തന്റെ നേതൃത്വവും തന്റെ സ്ഥാനവും തന്റെ സമൂഹത്തിലെ വിലയും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വലീദ് ഇബ്നു മുഗീറ രാത്രി മുഴുവൻ പോയിരുന്ന് ആലോചിച്ചതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വർണ്ണിക്കുന്നുണ്ട്. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر. വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് അല്ലാഹു തആല ഇന്നഹു ഫക്കറ വഖദ്ദർ, പോയിരുന്നിട്ട് തലപുകഞ്ഞ് ആലോചിക്കുകയാണ്, സങ്കല്പിച്ച് നോക്കുകയാണ്, എന്താണ് പറയുകയാണ്. ഫഖുതില കൈഫ ഖദ്ദർ, അവൻ എന്തൊക്കെയാണ് സങ്കല്പിച്ചു കൂട്ടിയത്. എന്തൊക്കെയോ അസ്വസ്ഥമായിരുന്ന രാവും പകലും രാത്രി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തു പറയും, എന്തു പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, അവൻ നശിച്ചു പോകട്ടെ, അവൻ എന്തെല്ലാം സങ്കല്പിക്കുന്നു. സുമ്മ നളർ, പിന്നെ അവനൊരു ഒരുപാട് കൂലങ്കുഷമായി ആലോചിക്കുന്നു. സുമ്മ അബസ വബസർ, പിന്നെ മുഖം ചുളിക്കുന്നു, അസ്വസ്ഥനാകുന്നു, വല്ലാതെ ബേജാറാകുന്നു. എന്നിട്ട് അവസാനം തന്റെ ഭൗതിക നേട്ടങ്ങളെ ചിന്തിച്ചുകൊണ്ട് സുമ്മ അദ്ബറ വസ്തക്ബർ, അവൻ ആ സത്യത്തിൽ നിന്ന് പിന്മാറി അവൻ അഹങ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ, ഇതൊരു കൂടോത്രമാണ്, ഇതൊരു മാരണമാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ആളുകൾ ആ വിശ്വാസത്തിലേക്ക് പോവാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലീദ് ഇബ്നുൽ മുഗീറ ഈ ഖുറൈശികളുടെ അടുക്കൽ വരുന്ന ഒരു രംഗമാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. നിങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെ എഫക്റ്റ് അതാണ്. നമുക്കിന്ന് അതിന്റെ അക്ഷരവും അറിയില്ല, അർത്ഥവും അറിയില്ല. നമ്മളിന്ന് ഖുർആൻ ഓതിയ വേറെ അർത്ഥമൊക്കെ ഒത്തിരി ഉണ്ടാവും. സൂറത്തുൽ ബഖറയുടെ തുടക്കം നമ്മൾ ഓതുക, അലിഫ് ലാം മീം ദാലികൽ കിതാബ്. ദാലികൽ കിതാബ്, ദാലിന് ഉള്ള കുത്തുള്ള സാധനമാണ്, ദാന്നാണ്. ചിലരൊക്കെ ഓതാക്കാം ദാലികൽ കിതാബ്. ദാലികൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? ദാലിക്ക എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം എന്നർത്ഥം. ദാലിക്ക എന്ന് പറഞ്ഞാൽ ദലക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരയ്ക്കാന്നത്തോ, നമ്മള് കുളിക്കുമ്പോൾ ചകിരിയൊക്കെ ഇട്ട് ഉരയ്ക്കൂല, അങ്ങനെയാണ് ദലക്ക എന്ന് പറഞ്ഞത്. അപ്പൊ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബ് ഇട്ട് ഉരയ്ക്കുന്നവൻ എന്നർത്ഥം. ഹുദല്ലിൽ മുത്തഖീൻ, ഖാഫാണ് മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ. അത് പലപ്പോഴും ഓതും ഹുദല്ലിൽ മുത്തഖീൻ എന്നോതും. മുത്തഖീൻ എന്നോതിയാൽ തഖ്വയുള്ളവർക്ക് അത് ഹിദായത്താണെന്നാ പറയുന്നത്. നമ്മൾ പറയുന്നതിന് അർത്ഥം എന്താണ്? മുത്തഖീൻ എന്ന് പറയുമ്പോൾ ചാരി ഇരിക്കുന്നവർക്കൊക്കെ ഹിദായത്ത് കിട്ടും. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഹിദായത്ത് കിട്ടുമെന്നാണ് അർത്ഥം. ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്നവർ. പലരും ഓതുന്നേക്കാം അല്ലദീന യുഅ്മിനൂന ബിൽ ഐബ്, ന്യൂനതയിൽ വിശ്വസിക്കുന്നവർ. അർത്ഥം വല്ല വ്യത്യാസമുണ്ടോ? ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അത് ചിലരോതും ഹലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ ഷേവ് ചെയ്തു എന്നാവും അർത്ഥം. അത് ചിലരോത് ഹലക്കൽ ഇൻസാൻ, അവൻ മനുഷ്യൻ നശിച്ചു എന്നായി, മരിച്ചു എന്നായി അർത്ഥം. ഇങ്ങനെ ഒരുപാട് പദങ്ങൾ, അക്ഷരങ്ങളുടെ സ്വഭാവം മാറിപ്പോകുമ്പോൾ ഒരുപാട് അർത്ഥവ്യത്യാസം സംഭവിക്കുന്ന. ഉദാഹരണത്തിന് അറബിയില് ഫാദ്, സീന് ഇതുപോലുള്ള അക്ഷരങ്ങൾ നോക്കി 5 ടൈപ്പ് സാധനങ്ങളുണ്ട്. സീനുണ്ട്, ഫാദുണ്ട്, ദാലുണ്ട്, സാ ഉണ്ട്, അതുപോലെ എന്താണ് വാദുണ്ട്, അല്ലേ? സാ ഉണ്ട്, 3 കുത്തുള്ള സാ, 5 ടൈപ്പിൽ വരും. നസ്ർ എന്നൊരു പദം എടുക്കുക. നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നർത്ഥം. നസ്ർ എന്ന് പറഞ്ഞാൽ ചില്ലറ എന്നർത്ഥം. നസ്ർ സീനാണെങ്കിൽ പരുന്തെന്നാണ് അർത്ഥം. നസ്ർ ദാലാണെങ്കിൽ നേർച്ച എന്നാണ് അർത്ഥം. നസ്ർ 3 കുത്തിയുള്ള സാധനമാണെങ്കിൽ ഗദ്യം എന്നർത്ഥം. ഇപ്പൊ ഇദാജാ നസ്റുല്ല എന്ന് പറയുമ്പോ ഇദാജാ നസ്റുല്ല എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന്റെ ഗദ്യം എന്നായി. അള്ളാഹുവിന്റെ സഹായം എന്നുള്ള പദം മാറി അള്ളാഹുവിന്റെ ഗദ്യം വരുമ്പോൾ എന്നാണ് അർത്ഥം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ അതിന്റെ അക്ഷരങ്ങളിൽ പോലും ഉണ്ട്. നമ്മൾ ഇന്നും പലരെയും വിളിച്ചു നിർത്തി ഖുർആൻ ഓതിയാൽ ഫാത്തിഹ പോലും ശരിയായ നിലയിൽ ഓതാൻ അറിയില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഉമ്മത്ത്. അള്ളാന്ന് ശരിയായിട്ട് പറയാൻ അറിയാവുന്നവർ നമ്മുടെ ഉമ്മത്തിൽ കുറവാ.
നമ്മുടെ റബ്ബായ അള്ളാഹെ കുറിച്ച് പറയാൻ എല്ലാവരും ചോദിക്കുമ്പോൾ അള്ളാഹ് അള്ളാഹ് എന്ന് പറയും. കാരണം വായിക്കാത്തൂന്ന് ആ വരുന്നത്. ശരിക്കും ആ ഹംസാണ് തൊണ്ടയുടെ അങ്ങേയറ്റത്തു എന്ന് പറയണം. അള്ളാഹ്. നമ്മൾ എത്ര പേരുണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. നമ്മൾ നിസ്കരിക്കാൻ കേട്ടും എന്താ പറയാ? അല്ലാഹു അക്ബർ. ഹംസ് പറയലില്ല. പറയലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും അല്ലേ? ഖുർആൻ അതിന്റെ അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ ശരിയാക്കുന്ന തലത്തിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. പിന്നെയാണ് അതിനപ്പുറത്ത് തജ്വീദ്. പിന്നെ ആ തജ്വീദിന്റെ നിയമങ്ങളിൽ തന്നെ മഖ്റജുകളുടെ ഉച്ചാരണങ്ങളും പിന്നെ അതിന്റെ വഖഫിന്റെ നിയമങ്ങളും. ഒരാൾ ഖുർആൻ ഓതിയപ്പോ ഓതാണ് ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്. അവിടെ കൊണ്ടേ നിർത്തി. അപ്പൊ ഇവിടെ നിന്ന് നിർത്തിയിട്ട് തിരിച്ചെടുക്കുമ്പോ എവിടെ നിന്ന് ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക് പോലെ തിരിച്ചെടുക്കണം. ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവന്റെ അധികാരത്തിൽ ഒരു പങ്കുകാരനുമില്ല എന്നാ പറയുന്നതിന്റെ അർത്ഥം. ഒരു ഹിഫ്ള് സദസ്സിൽ ഓതുകയാണ് ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക് കൊണ്ടേ നിർത്തി. അടുത്തെടുക്കുന്ന എവിടെന്നാണ്? ലഹു ശരീകും ഫിൽ മുൽക്ക്. അള്ളാഹുവിന് അധികാരത്തിൽ പങ്കുകാരനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നേരെ തലതിരിഞ്ഞു പോയില്ലേ അർത്ഥം? അപ്പൊ വഖഫിന്റെ നിയമങ്ങൾക്ക് പോലും, അഥവാ ഖുർആനിന്റെ അകത്ത് എവിടെ നിർത്തണം എവിടെ നിർത്താൻ പാടില്ല എന്ന് വ്യക്തമായ നിയമങ്ങളുണ്ട്. ഖുർആനിൽ ചില അക്ഷരങ്ങളൊക്കെ എഴുതി വെക്കും. മീം അതുപോലുള്ള അക്ഷരങ്ങൾ ലാ എന്നൊക്കെ എഴുതി വെക്കുന്ന എന്താണ്? അത് ചിലയിടത്ത് നിർത്തണം, ചിലയിടത്ത് നിർത്താൻ പാടില്ല, ചിലയിടത്ത് നിർത്തുന്നത് ഉത്തമം, ചിലയിടത്ത് നിർത്താത്തത് ഉത്തമം. ഇങ്ങനെയൊക്കെ വഖഫിന്റെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് പാരായണം ചെയ്തില്ല എങ്കിൽ പോലും ഖുർആനിന്റെ ആശയങ്ങളിൽ വ്യത്യാസം സംഭവിച്ചു പോകും. അതുകൊണ്ട് സാറങ്ങളെ, അത്രത്തോളം ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് ഈ തലപ്പാ കെട്ടി തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന കുറച്ച് മുത്തഅല്ലിമീങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ ഉമ്മത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾ പഠിക്കണം, അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ പഠിക്കണം, അതിന്റെ പാരായണം പഠിക്കണം, അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഒരുപാട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് സാധിക്കുന്നത്ര അതിനെ ശരിയായ നിലയിൽ പാരായണം ചെയ്യാനെങ്കിലും കഴിയണം. പരിശുദ്ധ ഖുർആനിനെ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാ അദിന അല്ലാഹു ലിശൈഇൻ മാ അദിന ലിനബിയ്യിൻ യതഗന്ന ബിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആനിനെ സുന്ദരമായ ശബ്ദത്തിൽ ഒരു പ്രവാചകൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുന്നത്ര ശ്രദ്ധ കൊടുത്ത് അല്ലാഹു മറ്റൊന്നും കേൾക്കാറില്ല. പരിശുദ്ധ ഖുർആനിനെ ശബ്ദമാധുര്യോടുകൂടി ഓതണം. ഇഖ്റഉൽ ഖുർആന ബിലുഹൂരിൽ അറബ്. അറബികളുടെ ആക്സെന്റിൽ, അറബികളുടെ ആ ശൈലിയിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതണം. നമ്മളോന്ന് എങ്ങനെയാണ്? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അതല്ല, ആ ഖുർആൻ ഓതുന്നതിനൊരു ശൈലിയുണ്ട്, ആ അക്ഷരങ്ങളുടെ സ്ഫുടതയുണ്ട്, അതിന്റെ ആ ഒരു രീതിയുണ്ട്. അങ്ങനെ വേണം ഖുർആൻ പാരായണം ചെയ്യാൻ. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിനോടുള്ള കടപ്പാട് ഒരു അല്പമെങ്കിലും പാലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് സൗരങ്ങളെ, ഇത് നീട്ടിപ്പരത്തി പറയാനുള്ള സദസ്സല്ല. അടുത്ത മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ. ഒരു ചെറിയ ഒരു ചിന്ത ഇട്ട് തന്നു എന്ന് മാത്രം. ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്. പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്താൻ, ഇത്തരം സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്താൻ. ഇത് മുത്തഅല്ലിമീങ്ങൾക്കുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞു പോകാതെ നാട്ടുകാരായ ആളുകൾ ഇവിടെ വന്നിരുന്ന് ഖുർആൻ പഠിക്കണം, അക്ഷരങ്ങൾ പഠിക്കണം, തജ്വീദ് പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം. അതിനുവേണ്ടി ഇവിടെയുള്ള സ്ഥാപനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ സ്ഥാപനം നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന സേവനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.